ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് രാവിലെ വീണ്ടും വന്നിരിക്കുകയാണ്. എന്ന് വെച്ചാൽ വെറുതെ എനിക്കൊരു കുറച്ച് കാര്യം പറയാനുണ്ടെന്ന് വിചാരിച്ചു. പിന്നെ ആദ്യമേ തന്നെ ഞാൻ നല്ലൊരു കാര്യം പറയാം. കണ്ടോ, എൻ്റെ ഉടുപ്പ് കണ്ടോ? ഇത് നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. നല്ല ഉടുപ്പാണ്. ഞാൻ അമൃത നായരുടെ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ ഈ ഉടുപ്പ് എടുത്തത്. അമൃത നായർ പറഞ്ഞിട്ട് അവര് എടുത്തത് കണ്ടിട്ട് ഞാൻ അങ്ങനത്തെ ഉടുപ്പെടുത്തു. അപ്പൊ ആദ്യം തന്നെ ഞാൻ ഒരെണ്ണം എടുത്ത് നോക്കി എങ്ങനെ ഉണ്ടാകുന്നു വെച്ചാൽ പറയാതിരിക്കാൻ പറ്റുന്നില്ല. അടിപൊളി ഉടുപ്പാണ്. നല്ല പ്യുവർ കോട്ടൺ ഉടുപ്പാണ് കേട്ടോ. അത് ഞാൻ ഒരിക്കൽ കഴുകിയിട്ട് ഇതേപോലെ തന്നെ നിൽക്കുന്നുണ്ട്. കളറൊന്നും ഞാൻ കഴുകിയപ്പോൾ കളറൊന്നും പോയിട്ടില്ല, വലിയ കളറൊന്നും പോയിട്ടില്ല. നല്ല കോട്ടൺ. അപ്പോൾ അത്യാവശ്യം ഇറക്കമുണ്ട്. ഇനി ഇറക്കം വേണ്ടെങ്കിൽ തുമ്പത് ഞാൻ അടിച്ചിട്ടൊന്നുമില്ല, കാരണം ഇത് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനത് അടിച്ചൊന്നുമില്ല. അപ്പം അത് ഒരു തുമ്പുണ്ട്, അത് അവിടെ കിടന്നോട്ടെ വിചാരിച്ചു. വേണമെങ്കിൽ അടിക്കാൻ എൻ്റെ അടുത്ത് മെഷീനൊന്നുമില്ല. അപ്പം അടിക്കാനായിട്ട് കൊടുക്കുമ്പോൾ നല്ല പൈസയാണ്. അപ്പം അതുകൊണ്ട് ഞാനത് കൊടുക്കാറില്ല. അപ്പോൾ അങ്ങനെ അത് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. ഇത് നല്ല ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഓക്കെ, നമുക്ക് കൊടുക്കാം. ഇവിടെ ഒരു സൈഡ് മാത്രം അടിക്കാനായിട്ട് 100 രൂപയാണ്. അല്ല സോറി, 50 രൂപയാണ് ഒരു സൈഡ് മാത്രം അടിക്കാനായിട്ട്. അപ്പം മൊത്തം ഈ 2 സൈഡ് അടിച്ചു വരുമ്പോൾ 100 രൂപയാവും. പിന്നെ ഈ താഴെ അടിക്കാനായിട്ട് 50 രൂപയാണ്. അങ്ങനെ ഓരോ ഭാഗങ്ങളായിട്ട് അടിക്കാനായിട്ട്. അപ്പൊ ഈ കൈൻ്റെ ഇവിടെ ഇതിങ്ങനെ അടിക്കാനായിട്ട് 50 രൂപയാണ്. അപ്പൊ അങ്ങനെയാണ് അവർ എന്നോട് പറഞ്ഞത്. അപ്പൊ എനിക്കത്, അതായത് ഒരു ഭാഗം അടിക്കാൻ 50 രൂപ. അപ്പോൾ അങ്ങനെ 50 രൂപയ്ക്ക് ഇപ്പോൾ മെഷീൻ ആണെങ്കിൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്നത് ഒരു സാധാരണ മെഷീനാണ്. അതാണ് ഞാൻ അടിക്കാറുണ്ട്, സ്റ്റിച്ച് ചെയ്യാറുണ്ട്. ചെറുതായിട്ട് സ്റ്റിച്ചിങ് ഞാൻ ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുള്ളത് കൊണ്ട് ആ സമയത്തൊക്കെ സ്റ്റിച്ച് ചെയ്യാറുണ്ട്. അതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്തില്ല. ഇപ്പോൾ 9-10 വർഷം ഞാൻ സ്റ്റിച്ച് ചെയ്യാറില്ല. ചെറിയ എന്താ പറയുക, എനിക്ക് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് അതൊരു വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഞാൻ വലിയൊരു തുന്നൽക്കാരി അങ്ങനെ വലിയ ഒരാളായി മാറേണ്ടതായിരുന്നു. അങ്ങനെ അത്യാവശ്യം വീട്ടിലിടണമെങ്കിൽ തയ്ക്കാനായിട്ട് പറ്റുമായിരുന്നു എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവണം. നിർത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പം അത് ആ മെഷീൻ ഇരിക്കുന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ്. അപ്പം അതായത് ചേച്ചിയുടെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പൊ എൻ്റെ അമ്മ ചേച്ചിയുടെ കൂടെയാണല്ലോ നിൽക്കുന്നത്. അപ്പം ചേച്ചിയുടെ അടുത്താണ് അമ്മ അതുകൊണ്ട് അവിടെയാണ് ആ മെഷീൻ, അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടത്. അപ്പൊ ഞാൻ എപ്പോഴും അങ്ങോട്ട് പോകുമ്പോഴാണ് തയ്ക്കലും കാര്യങ്ങളും ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. അപ്പൊ അതിനു വേണ്ടി പോക്കും വരവൊന്നും ഇല്ലല്ലോ. നമുക്ക് എപ്പോഴെപ്പോഴും പോക്കും വരവൊന്നും അവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് അത് തയ്ക്കാനൊന്നുമില്ല. ഇവിടെ തന്നെ ഞാൻ തയ്പ്പിക്കും. എനിക്ക് അപ്പൊ തന്നെ ഇടേണ്ട സംഭവങ്ങളായതുകൊണ്ട് തയ്പ്പിക്കും. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ ഉടുപ്പിനെ കുറിച്ച് പറയാനായിട്ട് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തതാണ്. ഞാൻ ഇതേപോലെ തന്നെ ഒരു 2 കൂടി വീണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ട്. ഞാൻ മാക്സി യൂസ് ചെയ്യാത്ത ഒരാളാണ്. ഇതേവരെ ഞാൻ മാക്സി യൂസ് ചെയ്തിട്ടില്ല. ഇതേവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം എടുത്തു വെക്കും. അത് നമ്മളിങ്ങനെ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു നൈറ്റ് മാത്രം ഇടാണെങ്കിൽ അതിങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങനെ അതാണ് നമ്മൾ സാധാരണ ഇട്ട് നടക്കാറുള്ളത്. ഒരെണ്ണം മാത്രമേ എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവുള്ളൂ. അപ്പൊ ഇപ്പൊ ഞാൻ ഈ കോട്ടന്റെ ഒരു മാക്സിൽ ഇനി 2 കൂടി എടുത്തിട്ടുണ്ട്. അത് ഇനിയിപ്പോ കിട്ടും. അത് എത്ര 5-ാം തീയതിക്ക് 10-ാം തീയതിക്കൊക്കെ ഉള്ളിൽ വരും. അത് 10-ാം തീയതിക്കുള്ളിൽ എന്തായാലും വരും. അങ്ങനെ അടിപൊളിയായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ഇപ്പോൾ മീഷോന്നായാലും ഫ്ലിപ്കാർട്ടിൽ നിന്നായാലും ആമസോണിൽ നിന്നായാലും ഒക്കെ മിന്ത്രയിൽ നിന്നായാലൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. മിന്ത്രയിൽ നിന്ന് ഞാനൊരു ചുരിദാർ ഇതേപോലെ മുൻപ് എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയാൻ വെച്ചിട്ടുള്ള ഇത് മീഷോ എന്നുള്ള ഒരു സാരിയാണ്. മീഷോ എന്ന് മേടിച്ചിട്ടുള്ള നല്ല സാരിയാണ്, അടിപൊളി സാരിയാണ്. ഈ സാരിക്ക് ഇതും കൂടി കാണിക്കാന്ന് വിചാരിച്ചു. എന്താ പറയുക, ഞാൻ വിചാരിച്ചു ഇത്രയും നമുക്ക് ഉടുക്കാനൊക്കെ നല്ലതാണ്. ഇത്തിരി കനം കുറവാണ്. ആക്ച്വലി എന്താന്ന് വെച്ചാൽ എനിക്ക് എന്താ ഇങ്ങനെയുള്ള സാരികൾ, പട്ട് സാരി ഇഷ്ടമാണ്. പക്ഷെ കനം കുറഞ്ഞ സാരികൾ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ അതിനുള്ള വില നമ്മൾ കൊടുക്കുന്നുള്ളൂ. അപ്പൊ അത്രയേ ഉണ്ടാവുള്ളൂ. കനം കുറഞ്ഞിട്ടാണ് സാരി ഇരിക്കുന്നത്. എനിക്ക് കട്ടിയുള്ള സാരികളാണ് താല്പര്യം. ഇപ്പോൾ
എൻ്റെ അമ്മയ്ക്കൊക്കെ കനം കുറഞ്ഞ സാരികളാണ് ഇഷ്ടം. അപ്പോൾ ഇത് ബ്രൗൺ കളർ ഞാൻ നോക്കി മേടിച്ചതാണ്. ബ്രൗൺ കളർ, എനിക്ക് ബ്രൗൺ കളറിനോട് ഒരു പ്രത്യേക ഇഷ്ടവും ഒക്കെയാണ് എനിക്ക് ബ്രൗൺ കളർ. അപ്പോൾ ഞാൻ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ചോദിച്ചു. ഇതിൻ്റെ താഴ്ഭാഗമാണ് ഈ ഒരു കസവിൽ വരുന്നുണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ. സാരി അടിപൊളി സാരിയാണേ. നമുക്കൊരു ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ പറ്റിയത്. ഇവിടെ മുകൾ ഭാഗം ഇങ്ങനെയാണ് വരുന്നത്. അപ്പൊ അത് എനിക്ക് രണ്ടു ഭാഗം ഒരേപോലത്തെ വീതി അതിനേക്കാൾ നല്ലതായിരിക്കും. എനിക്ക് അറിയില്ല, ഞാൻ സാരി ഉടുക്കലൊക്കെ കുറവല്ലേ. സാരി കല്യാണത്തിന് സാരി എടുത്തിട്ടുള്ളത്, പിന്നെ എടുക്കാൻ പോയിട്ടുള്ളതാ. പിന്നെ ഇന്നേ വരെ ഞാൻ സാരി എടുക്കുന്നത്. പിന്നെ ഇതവിടെ ഫ്രണ്ടിന്റെ കൂടെ പുറത്ത് പോകുമ്പോ മാത്രമാണ് അവളെടുക്കുമ്പോ അപ്പൊ ഞാൻ എടുക്കും. ഇതാണ് മുന്താണി വരുന്നത്. അടിപൊളിയാണേ. അപ്പൊ അടിപൊളിയാണ് മുന്താണിക്ക്. ഇതൊക്കെ റിച്ചാണ്, നല്ല റിച്ച് ലുക്കാണ് കണ്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മീഷോന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ മീഷോന്ന് പർച്ചേസ് ചെയ്ത ഒരു അടിപൊളി സാരിയാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് പർച്ചേസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ താഴ്ഭാഗം എങ്ങനെയാണ് വരിക, മുകൾ ഭാഗം എങ്ങനെയാണ് വരിക. ഇത് ബ്ലൗസ് പീസാന്ന് തോന്നുന്നു. ഇത് അല്ലേ, ബ്ലൗസ് പീസ് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അതൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇനി നോക്കണം. എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് കൊടുത്തിട്ട് തയ്ക്കാനായിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുക്കുമ്പോൾ അറിയാം ബ്ലൗസ് പീസ് ഉണ്ടോ ഇല്ലേത്. ഇല്ലാന്ന് വെച്ചാൽ ഇതിന്ന് വേറെ തുണി വെച്ച് അടിക്കേണ്ടിയൊക്കെ വരികയായിരിക്കും. അതൊക്കെ എന്താണെന്നറിയില്ല. നല്ല നീളമൊക്കെ ഉണ്ടാകുമെന്ന് വിചാരിക്കണം. നോക്കട്ടെ, നമുക്കിപ്പോൾ തന്നെ നോക്കാല്ലേ നീളമുണ്ടോ. നീളമുണ്ട് കേട്ടോ. നല്ല നീളമുണ്ട്. ബ്ലൗസ് പീസും കിട്ടും ഇതിന്ന്. ബ്ലൗസ് പീസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബ്ലൗസ് പീസാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് മക്കളെ. ഞാൻ കാണിച്ചില്ലേ, ഇത് ഈ കാണുന്നത് ബ്ലൗസ് പീസാണേ. ഇത് ബ്ലൗസ് പീസാണ് കേട്ടോ. ഈ ഒരു നീളനെയാണ്, മറ്റേത് ചതുരനായിട്ടല്ല ബ്ലൗസ് പീസ്. ഇതാണ് ബ്ലൗസ് പീസ്, ഇതൊരു ഭാഗം. അപ്പൊ നമുക്ക് ഇതിന്റെ ബ്ലൗസ് പീസ് ഇത് മുറിക്കുകയാണെങ്കിൽ ഒരു പക്ഷെ എനിക്ക് അങ്ങനെ നീളം വേണമെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ ഈ നീളത്തിന് വേണ്ടി ഇത്രയും വീതിയിലൊരു തുണി നമുക്ക് ഇതുമേ വെച്ച് അടിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബ്ലൗസ് പീസായിട്ട് ഉപയോഗിക്കാം. അപ്പൊ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അപ്പൊ ഞാനിത് ബ്ലൗസ് പീസ് എടുക്കണോ അത് വേറെ വല്ല തുണി കൊണ്ട് അടിച്ചിട്ട് സാധാരണ ഒരു കോട്ടൺ തുണി അടിച്ചിട്ട് പട്ട് വെച്ചാൽ മതിയില്ലേ എന്നാണ് എൻ്റെ അഭിപ്രായം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാം മിക്കവാറും. കാരണം എനിക്കിത് ഭയങ്കര ചൂടായിരിക്കും ഈ സാധനം ബ്ലൗസ്. അപ്പൊ പിന്നെ ലൈനിങ് അടിക്കാൻ നിൽക്കണം, അതൊക്കെ അല്ല. അതിനേക്കാൾ നല്ലത് 2 പീറ്റിന്റെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുള്ളൂ. അതൊക്കെ മതി, ബ്ലൗസിനൊക്കെ അതൊക്കെ മതി. പക്ഷെ സാരി പൊളിക്കും. ബ്ലൗസ് ഏത് വേണമെങ്കിലും എന്തായാലും കുഴപ്പമില്ല. നല്ല സാരി ആയിരിക്കും, നല്ല സാരിയാണേ കേട്ടോ. ഇത് ഇങ്ങനെ ഇങ്ങനെയുള്ള ഒരു സാരി കൊടുക്കണം എന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്. മറ്റേത് അത് വേണമെങ്കിൽ താഴേക്ക് ആക്കാം, അല്ലെങ്കിൽ ഇത് മുകളിലോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇങ്ങനെയൊക്കെ ആക്കിയിട്ടും സാരി കൊടുക്കാം. വേണമെങ്കിൽ ഇത് കൊടുത്തിട്ട് താഴേക്ക് ഇതാവും. അതെന്താണോ താഴെ ഇങ്ങനെ ചെറുതായിട്ട് വന്നത്. ചിലപ്പോൾ ഇതായിരിക്കും ഫ്രണ്ടിലായിരിക്കും. ഇവിടെ അങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഇങ്ങനെ ഓക്കെ, ഇങ്ങനെ ഇടാനുള്ളൂ കേട്ടോ. ഓക്കെ ഇപ്പം മനസ്സിലായി. കണ്ട് ഹായ്. ഇങ്ങനെ ഇടാനായിട്ടായിരിക്കും. അടിപൊളിയായിരിക്കും. അടിപൊളി നന്നായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് സാരി എടുത്തിട്ട് അടിപൊളിയായിട്ട് നടക്കാം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പുതിയ വിശേഷങ്ങൾ. ഇതൊന്ന് പറയാമെന്ന് വിചാരിച്ചു, എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നന്നായിട്ടില്ലേ. അപ്പോൾ അജിന്തി മിർസ ഫാമിലിയുടെ സൈനിങ് ഓഫ്. ടാറ്റാ, ബൈ ബൈ.